എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ചന്ദ്രമതി രേവതിക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതിയുടെ മനസ്സിൽ രേവതിനെ എങ്ങനെ വീട്ടിൽ നിന്ന് ഓടിക്കണം അത് മാത്രമായിരുന്നു ചിന്ത. പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കള ചെന്നപ്പോ രേവതിയുടെ ജോലികൾ ചെയ്തോണ്ടിരിക്കുക. അതെന്നും അങ്ങനെയാണല്ലോ. വേറെ ആരും അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കത്തില്ല. രേവതിയാണ് ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കണേ. ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, വർഷയ്ക്കുള്ള ചൂടുവെള്ളം റെഡിയാന്ന് ചോദിക്കാം. അവൾക്ക് ജോലിക്ക് പോകാൻ സമയം എന്ന് പറയാം. ഇതേമേ ഇപ്പൊ തന്നെ ആവുമെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, എടുത്തോടെ കൊടുക്കാൻ പറയാണ് എന്ന് പറഞ്ഞോട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവാണ്. രേവതി എന്ത് ചെയ്യുവാണ്, രേവതി വെള്ളം ചൂടാക്കിയിട്ട് ആ ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ട് കൊണ്ട് വെക്കണം. ആ സമയത്ത് വർഷ അങ്ങോട്ട് വന്നു. ഇതേ വർഷയ്ക്കുള്ള ചൂടുവെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ്. ഈ സമയം സച്ചി ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സച്ചി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ പെട്ടെന്ന് ചന്ദ്രമതി ഓടി വരുവാണ്. നീ എന്ത് പരിപാടി കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്ത്, നീ വർഷേനെ കൊണ്ടാണോ ചൂടുവെള്ളം എടുപ്പിക്കണേ? ഇതേ മോളെ, നീ ചൂടുവെള്ളം ഒന്നും എടുക്കണ്ട കേട്ടോ. ഇതെല്ലാം ഇവൾ അവിടെ കൊണ്ട് ബാത്റൂമിൽ കൊണ്ടേ വെച്ചെന്നുള്ളൂ. മോൾക്ക് ഇന്ന് പരിചയമുള്ളതല്ലോ. മോള് കയ്യിലും കാലിലും എവിടെയെങ്കിലും വീഴിച്ചാലോ, അതുകൊണ്ട് ഇവളിതെല്ലാം ചെയ്തു തരട്ടെ എന്ന് പറയാം. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യുവാണ്, രേവതി ആ വെള്ളം കൊണ്ടുപോയി വർഷയൊക്കെ കുളിക്കുന്ന ബാത്റൂമിൽ ബക്കറ്റിനകത്തോണ്ട് ഒഴിച്ചു കൊടുക്കണം. വർഷ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, എനിക്ക് എങ്ങനെ ശീലം ഇല്ലാത്തതുകൊണ്ടാന്ന് പറയണം. അത് സാരമില്ല വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് അടുക്കളയ്ക്ക് വരുവാണ്. അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് വീണ്ടും തന്റെ ജോലി തുടർന്നു. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും സുധി അങ്ങോട്ട് വരുവാണ്. അല്ല നീ ഇതെങ്ങോട്ടാ? ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാന്ന് പറയാണ്. അമ്മേ, ഞാൻ എക്സസൈസ് ചെയ്ത് വരുമ്പോഴത്തേനും എനിക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചേക്കണം കുളിക്കാനെന്ന് പറയാണ്. എടുത്തു വെച്ചിരിക്കണം എന്ന് പറയാം ബാത്റൂമിൽ കൊണ്ടേ. ഓ അതാണ് ആ കാര്യം. പിന്നീട് ചന്ദ്രമതി നേരെ ചെന്നിട്ട് അടുക്കള ചെന്നിട്ട് പറഞ്ഞു, അതെ ഒരു പാത്രം വെള്ളം കൂടെ വെച്ചേക്കാൻ പറയണം. അല്ല വെള്ളം ഉണ്ടെന്ന് പറയാണ്. ഇത് അച്ഛനുള്ള വെള്ളം തിളച്ചോണ്ടിരിക്കണം എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തൽക്കാലത്തേക്ക് രവിയണ്ണന് കുളിക്കാൻ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. അല്ലമ്മേ, അച്ഛൻ സാധാരണഗതിയിൽ എല്ലാ ദിവസവും രാവിലെ നടന്നിട്ട് വരുമ്പോൾ ചൂടുവെള്ളത്തിലുള്ള കുളി പതിവാണ്. അപ്പൊ അതിനുള്ള വെള്ളം വെച്ചില്ല. അച്ഛൻ ചോദിക്കും വെള്ളം എന്തെന്ന് ചോദിക്കും. അതെ ഇപ്പം രവിയേട്ടൻ എന്താളും ജോലിക്കൊന്നും പോകുന്നില്ല. രവിയേട്ടൻ വെറുതെ വീട്ടിലിരിക്കുവല്ലേ, റിട്ടയർ ആയ ആളല്ലേ, അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യാം, ആ വെള്ളം എടുത്തോണ്ട് സുതിക്ക് എടുത്തു കൊടുക്കാൻ പറയണം. ഇത് നമ്മളെ ചന്ദ്രമതി അങ്ങോട്ട് പോയപ്പോഴത്തേനും രേവതി പുറകെ ചെന്നു. അമ്മേ എനിക്ക് പറ്റില്ല എന്ന് പറയണം. എന്ത്? അതെ ചൂടുവെള്ളം എടുത്തോ കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ശ്രുതിയോട് പറ, ശ്രുതി ഏട്ടെന്ന് പറയണം. അല്ലെങ്കിലും ശ്രുതിക്ക് വെള്ളം എടുത്തു കൊടുക്കേണ്ട ആവശ്യം എനിക്കെന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി, അതെന്താ നിനക്ക് എടുത്തു കൊടുത്താല് നിന്റെ കയ്യില് വള ഉരിപ്പോന്ന് ചോദിക്കാം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. ഈ സമയം സച്ചി അത് ഏറ്റുപിടിച്ചു. സച്ചി പറഞ്ഞു, ഇവന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കേണ്ട ഇവന്റെ ഭാര്യ, അല്ലാതെ എന്റെ ഭാര്യയല്ല. ഇവന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണേ അവളോട് പറയാൻ പറയണം. പിന്നെ അവള് പണിയും കൂലി ഇല്ലാതെ ഇവിടെ ഇരിക്കുവല്ലേ ശ്രുതി, അവൾക്ക് ജോലിക്ക് പോകാനുള്ളതെന്ന് പറയാം. ഓഹോ, അപ്പൊ എന്റെ ഭാര്യ എന്നാ ഇവിടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കണോ? അവൾക്ക് അടുക്കള നല്ല പെടുപ്പത് പണിയുണ്ട്, അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുക്കള പണി അവള് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയാണ്. സച്ചിക്ക് സഹിച്ചില്ല. സച്ചി പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, അമ്മ പോയി ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക. മോന് വേണ്ടിയിട്ട് അത്ര വലിയ ഒരുക്കുവാണെങ്കിൽ എന്റെ ഭാര്യയോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയാം. അവസാനം 1-2 പറഞ്ഞു കഴിയപ്പത്തിന് ശ്രുതി പറഞ്ഞു, എനിക്ക് ചൂടുവെള്ളം വേണ്ട, ഞാൻ പച്ചവെള്ളത്തിലാണെങ്കിലും കുടിച്ചോളാന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ശ്രുതി എക്സസൈസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം രേവതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രേവതിയുടെ പുറകെ സച്ചി ചെല്ലുവാണ്. രേവതി പറഞ്ഞു, അതെ സച്ചിയായിട്ട് ഇന്നലെ ഇട്ട ഡ്രസ്സ് എന്തെന്ന് ചോദിക്കാം. അത് ഞാൻ ആ ബാത്റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയണം. അത് കഴുകാനെടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് സച്ചി നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ വന്നിട്ട് ആ തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യണം, അത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ട് ഒഴിച്ചു വെക്കണം. സുധിയുടെയൊക്കെ മുറി കയറിയിട്ട്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അവിടെ ഒന്ന് പതിവ് പോലെ തന്നെ ഇരിക്കുവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വന്നു. എക്സസൈസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അപ്പം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോയി കുളിച്ചോളാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, വേണ്ട ഞാനിപ്പോൾ കുളിക്കുന്നില്ല, ശ്രുതി കുളിച്ചോളാൻ പറയണം. എന്നാൽ ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി ബാത്റൂമിലേക്ക് പോയി. ഈ സമയം ശ്രുതി എന്ത് ചെയ്യണം, രേവതിയോട് പറഞ്ഞു, രേവതി ഉള്ള ചായ തരുമെന്ന് ചോദിക്കണം. അതെ ജിഞ്ചർ ടീ മതി എന്ന് പറയണം. ഇത് കേട്ടൻ രേവതി ചായ എടുക്കാൻ പോകുന്ന തുടങ്ങിയപ്പോഴത്തേന് സച്ചി പറഞ്ഞു, നീ എങ്ങോട്ടാ? അല്ല ചായ എടുക്കാനായിട്ട്. അതെ വേണമെങ്കിൽ അവൾ ഇട്ട് കൊടുത്തോളും, അല്ല അവൾ ഇട്ട് കുടിച്ചോളും, അവൾക്ക് തന്നെ ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിയത്തില്ലേ, ആരോടെ കൽപ്പിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, നിന്നോടല്ലോ പറഞ്ഞേ, അവളോടല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഉരുകുന്നേ? എന്റെ ഭാര്യ അവളിപ്പോ ആർക്കും ജിഞ്ചർ ടീ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം.
ഈ സമയം സച്ചി ഓർത്തു കുളിക്കാൻ പോയിട്ട് ഇത്തിരി സമയമായി സുധി ഇത്തിരിയായിട്ട് ഒച്ചയൊന്നും കേൾക്കുന്നില്ലോ, കര നിലവിളി ശബ്ദം കേൾക്കുന്നില്ലോ എന്ന് കരുതണം. അപ്പോഴേക്കണോ അയ്യോ അമ്മയെന്ന് പറഞ്ഞോണ്ട് സുധി അങ്ങോട്ടേക്ക് ഓടി വരുന്നേ. ഒരു തോർത്തൊക്കെ എടുത്തുണ്ട്. എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അമ്മയെ പൊള്ളിന്ന് പറയണം. പൊള്ളിയോ എന്ത്? ദേഹം മുഴുവൻ പൊള്ളിന്ന് പറയണം. കാര്യം എന്താന്ന് പറയടാ. അമ്മ ആരാണ്ട് കൊണ്ട് ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം അന്ന് കരുതാതെ ഞാനത് തലവഴി ഒഴിച്ചെന്ന് പറയണം. പക്ഷെ എന്റെ ഭഗവാനെ, എന്നാൽ ഈ മഹാപാപം ആരാ ചെയ്തേ? പെട്ടെന്ന് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സത്യം പറയടി, നീ അല്ലേ ഈ കടുങ്ക ചെയ്തേന്ന് ചോദിക്കുക. ഞാനോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വെള്ളം കൊണ്ട് ഒഴിച്ചു വെച്ചിട്ടില്ലെന്ന് പറയണം. ആ സമയം സുധയുടെ ഈ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ സച്ചി അവിടെ നിന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതിക്ക് ഒന്ന് ഇവനാണോ ചെയ്തേ? സച്ചി സത്യം പറ, നീയാണോ കൊണ്ടേ ഒഴിച്ചു വെച്ചേന്ന് പറയാ. അത് ഞാനോ ഒഴിച്ചു വെച്ചേ? അല്ല ഇവനല്ലേ പറഞ്ഞേ ഇവൻ കുളിക്കാനായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പത്തേനും ഇവന് ചൂടുവെള്ളം വേണോന്ന്, അതുകൊണ്ട് അവിടെ കൊണ്ടേ ഒഴിച്ചു വെച്ചു. എടാ നീ എന്ത് മഹാപരാധം അവിടെ ചെയ്തേ? നിനക്ക് അതിന്റെ കാര്യം ഉണ്ടായെന്ന് ചോദിക്കും. ആഹാ, അപ്പൊ ഇത്ര സമയം അമ്മയല്ലേ പറഞ്ഞേ അവന് കുളിക്കാനായിട്ട് വെള്ളം വേണമെന്ന്. എടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നേ? അമ്മേ സ്വാഭാവികമായിട്ട് ആരായിരുന്നേ? എല്ലാരും എന്താ ചെയ്യുന്നേ? ചൂടുവെള്ളം ആണെങ്കിൽ അങ്ങ് ബാത്റൂമിൽ ചെന്ന് കഴിയുമ്പത്തേനും ചൂടാണോ തണുപ്പാണോ തൊട്ട് നോക്കെങ്കിലും ചെയ്യും വെള്ളത്തിലേക്ക്. ഇത് അതുപോലും ചെയ്യാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം പോലും ഇവനില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം സുധി കിടന്ന് ഇങ്ങനെ പുകയുവാണ്. സുധിക്ക് ദേഹം മൊത്തം പുകയുവാണ്. തിളച്ച വെള്ളമല്ലായിരുന്നോ അത് ദേഹത്തേക്ക് പോയി ഒഴിച്ചത്. ഈ സമയം സച്ചി പറഞ്ഞു, അതെ അത്രയ്ക്ക് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു എന്ന് പറയണം. ദേ നീ വെറുതെ പറഞ്ഞാണ്ടല്ലോ. ഈ സമയം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, എന്ത് ദുഷ്ടനാ സച്ചി നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ചേട്ടനല്ലേന്ന് ചോദിക്കും. ആണോ? അങ്ങനെയാണെങ്കിലേ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിയുടെ കടമയല്ലേ? ചേച്ചിക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ വല്ല കുഴപ്പമുണ്ടോ? സ്വന്തമായിട്ട് അങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ? സ്വന്തം ഭർത്താവിന്റെ കാര്യം പോലും നോക്കാൻ പറ്റില്ല, പിന്നെ ബ്യൂട്ടീഷ്യനാ പുട്ടിയിടുവാന്ന് പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. ശ്രുതിക്ക് കിട്ടാനുള്ളത് കിട്ടി. ഈ സമയം ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായിരുന്നു. ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, വാ ശ്രുതി മുറിയിലേക്ക് വാ, ഞാൻ എന്തെങ്കിലും ഓയിൽമെന്റ് എന്തെങ്കിലും ഒക്കെ എടുത്ത് തേക്കാന്ന് പറയണം. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ശ്രുതിയുടെ പുറകെ ശ്രുതി അങ്ങോട്ട് പോവാണ്. ആ സമയം സച്ചി രേവതിയോട്, നീ ഇവിടെ എന്തെടുത്തിരിക്കുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് രേവതിയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ദേഷ്യമായിപ്പോയി. ചന്ദ്രമതി ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ചന്ദ്ര ഈ കാലും എന്താ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രവിയേട്ടാ. എന്ത്? ഈ ഒരു കാര്യമുണ്ട്, ഇനിയെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ കാര്യത്തിനൊന്നും നടപടി ഇല്ലാന്ന് പറയണം. നീ ആരുടെ കാര്യം എന്താ പറയണെന്ന് ചോദിക്കും. നിന്റെ ഇപ്പോഴത്തെ മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിനക്ക് ഷുഗർ കൂടുമെന്ന് പറയണം. ഇത് കേട്ടോണ് സച്ചി അങ്ങോട്ട് വരുന്നത്. ഷുഗറാ അമ്മയ്ക്കാ? നല്ല കഥയായി. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, എടാ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീയാന്ന് പറയണം. ഞാനോ? അതിന് ഞാൻ എന്ത് ചെയ്തിരുന്ന? നീ ഒന്നും ചെയ്തില്ലേ, നിനക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയണം. ദേ രവിയേട്ടാ, ദേ ഇവനെ പറഞ്ഞു മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്താൻ നോക്കണോ നിർത്തുമെന്ന് പറയണം. നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കിടന്ന് അലറി നിലവിളിക്കുന്നേ? നീ കാര്യം എന്താന്ന് പറ. കാര്യം പറയാതെ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്ര പറഞ്ഞു, ഇവൻ എന്താ ഇന്ന് ചെയ്തതെന്നറിയാവോ? ഇവന് സുധി കുളിക്കുന്ന സമയത്ത് കൊണ്ട് തിളച്ച വെള്ളം കൊണ്ട് ബക്കറ്റിനകത്ത് ഒഴിച്ചു വെച്ചെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനോട് സച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തതിന് പിന്നെ ഒരു കാരണമുണ്ട്. സുധി പറഞ്ഞു കുളിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൊണ്ട് ഒഴിച്ചു വെച്ചാന്ന് പറയണം. ഇത് കേട്ടതും രവീന്ദ്രൻ ഒരു നിമിഷം ഒന്ന് നോക്കി ചന്ദ്രമതിനെ. വെറുതെ കള്ളത്തരം പറഞ്ഞ അവന്. രേവതിയോടെ പറഞ്ഞു കൊണ്ട് ഒഴിച്ചു വെക്കാനായിട്ട് ആണല്ലോ. അതെ എന്റെ ഭാര്യ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുവല്ലെന്ന് പറയണം. ഓ നിന്റെ ഭാര്യ ഇവിടെ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാനിരിക്കുമല്ലേ? അല്ല നിന്റെ ഭാര്യ അവളുടെ വീട്ടിലാണെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യൂലേ? അവളുടെ സഹോദരിക്ക് സഹോദരനും ഒക്കെ വെള്ളം തിളപ്പിച്ചു കൊടുക്കോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേന്ന് ചോദിക്കുക. ചെയ്യും, അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ അവൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരാരും ഈ പറയുന്ന ശ്രുതിയോ അങ്ങനെ അവരാരെങ്കിലും അവൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കോ? അവൾ ഒരു ദിവസം വയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു നേരത്തെ ആഹാരം എടുത്തു കൊടുക്കോ? ഇല്ലല്ലോ. അതാണ് വ്യത്യാസം. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണമെന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ പോകാൻ ഇറങ്ങിയതല്ലേ, പോകാൻ നോക്കാൻ പറയണം. ഞാൻ പോവാച്ചാന്ന് പറയണം. ഫുഡ് കഴിച്ചെന്ന് നിൽക്കും. ഫുഡൊക്കെ ഞാൻ കഴിച്ചെന്ന് പറയണം. പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. രവീന്ദ്രൻ ചന്ദ്രമതി ഇങ്ങോട്ട് വരാൻ പറയണം. പിന്നീട് അവിടെ വിളിച്ചിരുത്തി, അതെ നീ അല്ലേ പറഞ്ഞേ നിന്റെ 3 മരുമക്കളും നിന്റെ അടുത്ത് തന്നെ വേണമെന്ന്? അതെ അങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ബാക്കി 2 മരുമക്കളുടെ കാര്യം. ഇവള് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് സച്ചിനെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിക്കുന്ന ആ രേവതി. ദേ അവൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് നിനക്കറിയാലോ ചന്ദ്രേ. പിന്നെ നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേന്ന് രവീന്ദ്രൻ ചോദിക്കുക. അത് രവിയേട്ടൻ മാത്രമേ പറയത്തുള്ളൂ, ഞാനത് പറയില്ല എന്ന് പറയണം. അവളിങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുന്ന ആള് അഭ്യാസം പഠിച്ചോളാന്നൊക്കെ പറയണം. അന്നിന്റെ തോന്നല് മാത്രമാണെന്ന് പറയാ. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം.
എന്ത് തീരുമാനം? എന്ത് തീരുമാനം എന്ന് ചോദിച്ചാ ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഇതിന്റെ ഒരു പരിഹാരം മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി രണ്ട് മരുമകൾക്കും ഇവിടെ പിടിച്ചിരിക്കണമെങ്കിൽ ആ സച്ചിൻ രേവതി ഇവിടുന്ന് പോണെന്ന് പറയാണ്. സച്ചിൻ രേവതി ഇവിടുന്ന് പോകാനോ? അതെ, അവർ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് ഈ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാതിരിക്കത്തുള്ളൂ. അല്ലാതെ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, ഓഹോ, അതാണോ നിന്റെ തീരുമാനം? അതെ, എന്റെ തീരുമാനം അത് തന്നെ. എന്നാ എന്റെ തീരുമാനത്തിന് കുറച്ച് താമസമുണ്ട്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. അതിനുശേഷം എന്റെ തീരുമാനം പറയാന്ന് പറയാണ്. അതിനൊക്കെ ശേഷം ചന്ദ്രമതി ഹാളിലേക്ക് ചെല്ലുമ്പോഴത്തേനുമാണ് ഹാളില് വർഷ നടക്കുന്നത്. അപ്പൊ വർഷ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം കോൾ വിളിക്കാൻ നോക്കിയപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. വർഷ അവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ട് വർഷ അവസാനം എന്ത് ചെയ്യാണ്, സെറ്റിയുടെ മുകളിലും ടേബിളിന്റെ മുകളിലൊക്കെ കയറുവാണ് ഫോൺ റേഞ്ച് പിടിക്കാനായിട്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന് ചന്ദ്രമതി ചോദിച്ചു, വർഷേ നീ ഇതെന്താ മോളെ കാണിക്കണേന്ന് ചോദിക്കും. ഇങ്ങോട്ട് നോക്കാൻറ്റി, ഇത് റേഞ്ച് കിട്ടുന്നില്ലെന്ന് പറയണ. റേഞ്ച് കിട്ടുന്നില്ല, നീ ഇതിന്റെ മുകളിൽ കയറിന്നിട്ട് വല്ല വീഴുകയും ചെയ്തല്ലോ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാണ്. അങ്ങനെ വർഷ ഇറങ്ങി. അതേ, മോളൊരു കാര്യം ചെയ്യുക, അത്യാവശ്യമാണെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിക്കുക, എന്റെ ഫോൺ തരാന്ന് പറയാണ്. അത് വേണ്ട ആന്റി, ഞാൻ എന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചോളാം. ഇപ്പൊ എന്നെ എത്ര അത്യാവശ്യമായിട്ടുള്ളത്, വീട്ടിലേക്ക് വിളിക്കാനാണെന്ന് ചോദിക്കും. അല്ല ആന്റി, അതല്ല, എനിക്ക് ഒരു ആപ്പിൾ ജ്യൂസ് വേണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ കൊടുക്കാനായിട്ട് വിളിച്ചാന്ന് പറയണം. ഓ, അതാണ് ആ കാര്യം. അതിന് ഇനിയിപ്പോ ഓർഡർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടല്ലോ അതിന്റെ ജ്യൂസ് അടിക്കുന്ന മെഷീൻ എന്ന് പറയണേ. ജ്യൂസ് അടിക്കുന്ന മെഷീനോ? അതെന്താ ആന്റി, എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറയണം. മോൾ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഇപ്പൊ തന്നെ ജ്യൂസ് റെഡിയാ. പിന്നീട് രേവതിനെ വിളിക്കുകയാണ്. രേവതി എങ്ങോട്ട് വന്നു. മോൾക്ക് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറയണം. ഇത് കേട്ടൻ രേവതി ഒന്ന് നോക്കി വർഷേനെ. വർഷ പറഞ്ഞല്ല, അത് പിന്നെ എനിക്ക് അതൊന്നും അടിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി ഒരു ഫ്രിഡ്ജിനകത്ത് നല്ല ഫ്രഷ് ആപ്പിൾ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് വേണം മോൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാണ്ട്. നല്ല വൃത്തിക്ക് കഴിവൊക്കെ ചെയ്യണമെന്ന് പറയണം. ഏതാണ്ട് രേവതിക്കൊന്നും വൃത്തിയില്ലാത്ത പോണക്ക് ഇത്രയും കാലം അവളുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ചന്ദ്ര ഇങ്ങനെ വലിയ അഹങ്കാര വർത്താനം പറയണേ. പിന്നീട് രേവതി അടുക്കളയിലേക്ക്, ശരി അമ്മയെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം വർഷയോട് പറഞ്ഞു, മോള് മുറിയിലേക്ക് പൊക്കോ, മുറി പോയി റെസ്റ്റ് എടുത്തോട്ടോ, അപ്പത്തേക്കും ആപ്പിൾ ജ്യൂസ് അങ്ങോട്ടേക്ക് എത്തിക്കോളൂ എന്ന് പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും രേവതി ജ്യൂസ് അടിച്ചുകൊണ്ട് വരികയാണ്. പിന്നീട് ചന്ദ്രമതി എടുത്തിട്ട് പറഞ്ഞു, അമ്മ ജ്യൂസ് എന്ന് പറയണം, നീ കൊടുത്തേക്കാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, രേവതി ജ്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അല്ലേ വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. എന്താമ്മേ? അതെ, നീ കൊടുക്കണ്ടെന്ന് പറയാം. അമ്മേ, വർഷയുടെ മുറി ഞാൻ കൊണ്ടേ കൊടുത്തോളാം, അതിന്റെ ആവശ്യമില്ല, ഞാൻ കൊടുത്തോളാന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, ജ്യൂസ് അവിടെ വെച്ചു. ജ്യൂസ് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആപ്പിൾ ജ്യൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. മോളെ ശ്രുതി, ഇനി ഒരു കാര്യം ചെയ്യാം, രേവതി ഇപ്പൊ അടിച്ചോണ്ട് വന്ന ആപ്പിൾ ജ്യൂസ് ഇതെടുത്തിട്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ജ്യൂസ് എടുത്തു. എന്നോട് കുടിക്കാനല്ല, ഞാൻ കുടിച്ചോളാം അമ്മയെന്ന് പറയാണ്. അതെ, ഇതെടുത്തിട്ട് കുടിക്കാനല്ല, ഇത് കൊണ്ടുപോയി വർഷയ്ക്ക് കൊടുക്കാനാ പറഞ്ഞെന്ന് പറയാം. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. ആഹാ, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അധികാര പദവി കൈമാറിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത്രയും ദിവസം അധികാരത്തിന്റെ താക്കോലിരുന്ന ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ ഇപ്പോഴാണ്ടേ ഒരു ജ്യൂസായിട്ട് അത് നേരെ വർഷയുടെ കയ്യിലേക്ക് പോകാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടോ ശ്രുതിക്ക് ആ പടം നാണക്കേടപ്പേ. ഇതാ പറയുന്നത്, പണത്തിന്റെ ഒക്കെ ഒരു അവസ്ഥയെ. 50 പവന്റെ സ്വർണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ ജ്യൂസ് പോകുന്ന വഴി കണ്ടോ. ഇനി ഒരു 51 പവൻ ശ്രുതി കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ മിക്കവാറും ജ്യൂസ് ഇങ്ങോട്ട് കിട്ടും. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതി, നീ ഒരു 52 പവൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക്, അങ്ങനെയാണെങ്കിൽ നിന്റെ കൈവശമായിരിക്കും ജ്യൂസ് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടം നാണം കെട്ട് ശ്രുതി നിൽക്കുവാണ്. ശ്രുതിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. കാരണം വർഷയുടെ വീട്ടിൽ നിന്ന് കുറെ കൊണ്ടുവന്നുകൊണ്ട് അമ്മയ്ക്കിപ്പം വർഷേനെയാണ് മതിപ്പ്. അതുകൊണ്ടാണ് ജ്യൂസ് കൊണ്ടേ കൊടുക്കാൻ പറയുന്നത്. ഇത്രയും ദിവസം തനിക്കായിരുന്നു എല്ലാം തന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസമാണ് അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്നുള്ള കാര്യം ശ്രുതി ചിന്തിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരട്ടെ. അപ്പൊ വൈകുന്നേരം ഞാൻ നാളത്തെ വിശേഷം ഇടുന്നില്ല. കാരണം ഈ പറഞ്ഞ കഥ തന്നെയാണ് നാളെ നമ്മൾ ഒറിജിനലായിട്ട് കാണാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ടുമാറോ പ്രൊമോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങളൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വിശേഷം കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.